ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലവ് ആൻഡ് ലൈറ്റ് വിത്ത് എജി. ഇന്ന് നമ്മൾ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതുമായ നാടൻ സ്റ്റൈൽ ഞണ്ടുകറിയാണ് ഷെയർ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? അതിനായി 4 ഞണ്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം 1.25 കിലോ വരും. അത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതിന് ശേഷം അതിനു വേണ്ടിയുള്ള ചേരുവകൾ നമുക്ക് തയ്യാറാക്കാം. അതിനായി 2 തക്കാളി, 10 കൊച്ചുള്ളി, 2 ചെറിയ സവോള, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ എടുത്തതിന് ശേഷം ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓണാക്കാം. ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും കൊച്ചുള്ളിയും എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം വഴളുന്നതിനായി. ഉള്ളി വേഗത്തിൽ വഴന്ന് കിട്ടുന്നതിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടാൽ ഉള്ളി വേഗത്തിൽ നമുക്ക് വഴന്ന് കിട്ടും. ഉള്ളി ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും വഴളുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഉള്ളി വഴഴുന്ന സമയം കൊണ്ട് നമുക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇത്രയും എടുത്തതിന് ശേഷം കറിവേപ്പില ചേർത്ത് ഒന്നുകൂടെ ഉള്ളി വഴട്ടാം. ഉള്ളി വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് ഇളക്കാം. മസാലപ്പൊടികൾ ശരിക്ക് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികൾ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. തക്കാളി മസാലയുടെ കൂടെ കിടന്ന് നല്ലവണ്ണം വഴന്ന് കിട്ടണം. ശരിക്കും വഴന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് മസാലകൾ നല്ലവണ്ണം ചേർത്ത് ഇളക്കുക. അരപ്പ് ശരിക്കും തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നുറുക്കി വച്ചിരിക്കുന്ന ഞണ്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം 15-20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. മിനിറ്റിന് ശേഷം കറി തുറന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കറി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറി റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കരുതേ.